ദിലീപേട്ടൻ ഓടുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് ഓടാറുണ്ട്. ഇപ്പൊ ക്രേസി ഗോപാലനിൽ ഓടുന്നു, സ്പീഡിൽ ഓടുന്നു, തിളക്കത്തിൽ ഓടുന്നു. അപ്പൊ ഇതിന് ആദ്യം ഷൂട്ട് ചെയ്ത ഒരു ഓട്ടാണല്ലോ, റബ്ബർ കാട്ടിലൂടെ 200 മീറ്റർ ഓട്ടാണല്ലോ. അപ്പൊ ഈ സ്വയം ഒരു ജഡ്ജ്മെന്റില് ഈ പടത്തിൽ ഓടാനുള്ളതുണ്ട്, അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അല്ല, ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ട് ഒരു സിനിമ ഓടുന്നു എന്ന് പറയുന്നത് കണ്ടന്റ്, ആ സ്റ്റോറി എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. പിന്നെ ഈ കഥയില് ചില സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട്. അപ്പൊ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാൾ എന്ന് പറയുന്ന പോലുള്ള അവസ്ഥകൾ നമ്മൾ ചിലപ്പോൾ ഓടിയിരിക്കും. രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രൊഡ്യൂസർ ഓടാതിരിക്കുക, പ്രൊഡ്യൂസർ ഡയറക്ടർ ഓടിക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ഈ വരുന്ന പ്രൊഡ്യൂസർമാര് രാവിലെ നിങ്ങളിങ്ങനെ പറയരുത്, എല്ലാ പടത്തിലും തന്നെ ഇട്ട് ഓടിക്കും. അങ്ങനെ അങ്ങനെയൊന്നും പറയരുത്. അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടമാണ് നമ്മൾ ഓടുന്നത്. ഏത് കഥയും നമുക്കെല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമാണല്ലോ ബേസിക്കലി മനുഷ്യന്മാർക്ക്. ദിലീപേട്ട പടം കാണുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് മനസ്സമാധാനമാണ്. ദിലീപേട്ട ഈയിടെയായിട്ട് ചെയ്യുന്നൊക്കെ കത്തിക്കുത്ത് വെടിയുണ്ട ബോംബ് പോലത്തെ മുമ്പ് വന്നത് കേശു വീടിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ. അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതായിരുന്നു. ഇതിന് ഒരു സമാധാനം കേടില്ല. നീ പറഞ്ഞ ഒന്നും ഇതിലില്ല. ഇതില് ഒരു മാസ് അങ്ങനത്തെ സിനിമ അല്ലായിരുന്നു. ഇത് മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, നമുക്ക് എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ. അപ്പൊ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞത്, ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മള് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത്. അപ്പൊ അത് പല ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മള് മനസ്സാവച്ച് പറയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് എവിടെയൊക്കെ എന്തൊക്കെ എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെന്റ് മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അത് പോയി തങ്കമണി എന്താ നോക്കിയത്. അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നത്. ഈ 80s നടക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ. അപ്പം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി ആ കാലഘട്ടത്തിലേക്ക് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവര് ഒരു കട്ടപ്പന ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒരു 3-3.5 ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അതിനോട് മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് ചെയ്തതെല്ലാം മനോജഗതാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിൻ്റെ സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുവേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത്, എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ട്, ഇത് ഈ സിനിമ റിലീസായതിനു ശേഷം ഇത് എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ആവോ, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ? അല്ല, നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്ന കോൺട്രവേഴ്സി സബ്ജക്റ്റിൽ തന്നെയാണ്. കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത്. ഇല്ലേ പിന്നെ അതൊന്നും വരൂല്ലല്ലോ. പക്ഷെ കേസ് അവന് വിജയിച്ചെങ്കിൽ തകർന്നു. പേര് മാറ്റില്ല, എന്റെ പേര് തങ്കച്ച. സീരിയസ് ആയിട്ടൊരു ചോദ്യം. ഈ തങ്കമണി വിഷയത്തില് ഈ പറഞ്ഞ വിക്ടിംസ് ഉണ്ടല്ലോ, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവരാരെങ്കിലും എപ്പോഴെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നേരിട്ട് പോകാനോ അവസരം? അന്ന് നേരത്തെ പറഞ്ഞു. എന്നുവെച്ചാല് പുള്ളി 3-3.5 വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തില് അന്ന് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ഇതിന്റെ പേരിൽ തന്നെ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും സേനയിൽ റിട്ടയർഡായ ആളുകളായിട്ട് സംസാരിക്കുകയും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരായിട്ട് സംസാരിക്കുകയും അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമ പ്രവർത്തകന്റെ വേഷമാണ്. അതേ പേരിൽ ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ദിഖ് വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വാല്യുബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. അത് തങ്കമണി സംഭവത്തെ അതിരിച്ച് മാത്രമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു
വേറൊരു ഡിബേറ്റാണ് ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്നതാണ്. അതൊരു തങ്കമണി സംഭവിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നു, അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല. ഡെമോക്രസി എന്ന വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു വലിയ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസി നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് തങ്കമണി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്, താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തങ്കമണി സിനിമയാകുമ്പോൾ നമ്മളെല്ലാവരും പല പല ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒരുപാട് ലേയേഴ്സ് ഉള്ള, ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഞാൻ ഈ സംഭവം സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ, നമ്മൾ സിനിമയാക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം, ആ സംഭവത്തിന്റെ എന്ത് തെരഞ്ഞെടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആസ് എ ക്രിയേറ്റർ. ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. തങ്കമണി സംഭവത്തിന്റെ കോർ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യോ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അത് പൊളിറ്റിക്കലി വലിയ ടഗ് ഓഫ് വാറുകൾക്ക് വഴിവെക്കുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ ടൂളായി ഈ തങ്കമണി സംഭവം മാറുന്നു. അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഉള്ള, ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണിത്. പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരിക്കില്ല. മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആബേൽ ജോഷുവ മാത്തൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവുമാണ് നമ്മൾ പറയുന്നത്.